തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരുടെ സൗകര്യാർത്ഥം ഡൽഹി മെട്രോ നാളെ രാവിലെ 4 മണി മുതൽ സർവീസ് നടത്തും. എല്ലാ ലൈനുകളിലും 6 മണി വരെ ഓരോ 30 മിനിറ്റിലും സർവീസുകളുണ്ടാകും. അതിനുശേഷം ദിവസം മുഴുവൻ പതിവ് സേവനങ്ങൾ ലഭ്യമാകും. നാളെയും മറ്റന്നാളും രാത്രിയിൽ കൂടുതൽ മെട്രോ സർവീസ് നടത്തുമെന്നും DMRC അറിയിച്ചു. പഞ്ചാബിൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 22.68 ഗുണഭോക്താക്കൾക്ക് 3368 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്തതായി സർക്കാർ. വയോജനങ്ങൾ, ദിവ്യാംഗർ, വിധവകൾ എന്നിവരുൾപ്പെടെ 34 ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളതെന്ന് സാമൂഹിക സുരക്ഷാ വനിതാ ശിശുവികസന മന്ത്രി ബൽജിത് കൌർ പറഞ്ഞു. വിവിധ പെൻഷൻ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ 5924 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 4000 കോടി രൂപ ഈ സാമ്പത്തിക വർഷം വാർദ്ധക്യ പെൻഷനുകൾക്കായി നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഹരിയാന കേഡർ IPS ഉദ്യോഗസ്ഥൻ ശശാങ്ക് ആനന്ദ് ജമ്മുകശ്മീർ മുതൽ കത്വ വരെയുള്ള അന്താരാഷ്ട്ര അതിർത്തി ഉൾക്കൊള്ളുന്ന ജമ്മു അതിർത്തിയിലെ BSF ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായി. 2021 ഒക്ടോബർ മുതൽ ഈ സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന IG DK ബൂറയിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റെടുത്തു. കത്വ മുതൽ അക്നൂർ വരെ നീളുന്ന 198 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്താരാഷ്ട്ര അതിർത്തി ഭദ്രമാക്കാനുള്ള ഉത്തരവാദിത്തം BSFനാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ മാർച്ച് 8 വരെ നടക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന്റെ പത്തനംതിട്ട ജില്ലാതല പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4-ന് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് കുമ്പഴ എസ്റ്റേറ്റിൽ KU ജനീഷ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ക്യാൻസർ നിർണയ പരിശോധനയിലൂടെ രോഗം നേരത്തെ കണ്ടെത്തുകയും ചികിത്സിച്ച് ഭേദമാക്കുകയുമാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. തിരുവല്ല കടപ്പുറയിൽ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ ഉല്ലാസയാത്രയ്ക്കിടെ ചങ്ങാടം മറിഞ്ഞ് യുവാവ് മുങ്ങി മരിച്ചു. കടപ്പുറ വളഞ്ഞവട്ടം കിഴക്കേ വീട്ടിൽ പുത്തൻപുരയ്ക്കൽ മോഹനൻ പിള്ളയുടെ മകൻ രതീഷ് കുമാറാണ് മരിച്ചത്. പമ്പയാറ്റിൽ രതീഷ് ഉൾപ്പെടുന്ന 4 അംഗ സംഘം കുളിക്കാനിറങ്ങുന്നതിന് മുൻപായി ചങ്ങാടത്തിൽ കയറി യാത്ര നടത്തുകയായിരുന്നു. യാത്രയ്ക്കിടെ ചങ്ങാടം തലകീഴായി മറിഞ്ഞാണ് അപകടം.